ഹലോ. അപ്പം നമുക്ക് രാവിലെ ഒരിടം വരെ പോയാലോ? അപ്പം ഞങ്ങൾ രാവിലെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ മലയാലപ്പുഴ അമ്പലം വരെ പോകാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഞങ്ങൾ 4 പേരുമുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ വാതിക്ക് ഞങ്ങൾ ചെന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ക്ഷീണം കാരണം ഒരു വായിക്കോട്ടയൊക്കെ വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് ചെന്നു. ഞങ്ങൾ രാവിലെ വന്നു, പക്ഷേ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ടായിരിക്കാം ഒരു ശകലം പോലും തോന്നിയിട്ടില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ എത്തുന്നിടം വരെ മഴ പെയ്തില്ലായിരുന്നു. അങ്ങനെ അവിടെ എല്ലാം കണ്ട് പ്രസാദമൊക്കെ വാങ്ങിച്ച് അർച്ചനയൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാം വലം വെച്ചൊക്കെ വരികയാണ്. അപ്പോൾ ഇവിടുത്തെയും പ്രധാനമായിട്ടുള്ള നേർച്ച എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ കോഴിയെ പറത്തുന്നതാണ്. അപ്പോൾ പണ്ടൊക്കെ കോഴിയെ പറത്തുമായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അവിടെ കോഴിയെ വെച്ചിട്ടുണ്ട്. നമ്മൾ രസീതിന് 100 രൂപയാണ്. അപ്പോൾ ആ രസീത് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ ആഗ്രഹം സാഫലിക്കാൻ അവിടെ പ്രാർത്ഥിച്ചിട്ട് അതിനെ നടക്കി കൊണ്ട് വെച്ചാൽ മാത്രം മതി. അങ്ങനെയാണ് അവളുമാർ രണ്ടുപേരും തൊടണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി രണ്ടുപേരും കൂടെ, ആ പുള്ളി പറഞ്ഞു തൊട്ടവളാനെന്ന്, അങ്ങനെ പോയി തൊട്ടിട്ടൊക്കെ വരുവാണ്. അങ്ങനെ പിന്നെന്താ, ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പോയത് കോന്നി ആനക്കൂട്ടിലോട്ടാണേ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഉള്ളു ദൂരം, ഒരു 7 കിലോമീറ്റർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും അത്രയും ദൂരം നമ്മൾ പോയതല്ലേ, ആനക്കൂടും കൂടെ കണ്ടിട്ട് വരാമെന്ന്. അപ്പം നമ്മൾ അവിടെ ചെന്നു. അവിടെ കാണാനായിട്ട് ഇഷ്ടം പോലെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു. ആനയെപ്പറ്റി പഠിക്കാനും അതിനെപ്പറ്റി അറിയാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോകണം. അതിനെപ്പറ്റി എല്ലാം അവിടെ മ്യൂസിയമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെന്നപ്പം ഒരു 4 ആനയേ ഉള്ളായിരുന്നു. ആനയൊക്കെ പക്ഷേ വളരെ കുറവായിരുന്നു. പണ്ടത്തെയൊക്കെ അപേക്ഷിച്ച് ആനയൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെന്താ, അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് കണ്ടു. അവളുമാരെ എല്ലാം കാണിച്ചു കൊടുത്തു. അടിപൊളിയായിട്ട് മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അവിടുന്ന് കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ വെക്കേഷൻ സമയത്തൊക്കെ പോകാൻ പറ്റിയ സ്ഥലമായിരുന്നു. എന്തായാലും ഇനി കുട്ടികളെയും കൊണ്ടൊക്കെ എല്ലാവരും ഒന്ന് പോയി കാണാൻ പറ്റിയ സ്ഥലമാണ്. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് പോവുക. അപ്പം ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചു. പിന്നെ അവിടെ കുറേ കുട്ടികളുടെ പാർക്കുണ്ട്. അതിനൊന്നും നമ്മൾ ഫീസ് കൊടുക്കണ്ട. ആനക്കൂട്ടിലെ ഫീസ് 80 രൂപയാണ്. അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കുട്ടികളുടെ പാർക്കിലും എല്ലാം കയറാൻ പറ്റും. അപ്പം ഞങ്ങൾ പാർക്കിലും ഒക്കെ കയറി, റൈഡൊക്കെ ഉണ്ട്. അതിലെല്ലാം അവളുമാർ കുറച്ച് നേരം കളിച്ചു. അവർക്കും ഒരു എൻജോയ്മെൻ്റ് അല്ലേ. അപ്പം നമ്മൾ അവളുമാരെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ കളി